എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 25ഉം 26ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 25-ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രവജ്രവൃത്തവും 26-ാമത്തേതിൽ ഉപജാതി വൃത്തവുമാണുള്ളത്. അരിഷ്ടൻ ഒരു കാളയുടെ രൂപത്തിൽ അവിടെ വന്നു, ശ്രീകൃഷ്ണനെ കണ്ടു. അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ നേർക്ക് എടുത്തു ചാടി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇനി അവർ തമ്മിലുള്ളതായ നിയുദ്ധം അഥവാ ദ്വന്ദ്വയുദ്ധം എന്താണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വർണ്ണിക്കുന്നത്. നമുക്കാദ്യം 25-ാമത്തെ ശ്ലോകം നോക്കാം. ക്ഷിപ്തസ്സ കൃഷ്ണേന പപാദദൂരം ഉത്ഥായ ഭൂയോപ്യഭിയാതുമൈച്ഛത് ഉത്പത്യ തത്രൈവ തതസ്സുരാരിം ചിക്ഷേപ തതസ്സ കൃഷ്ണം. പദച്ഛേദം നോക്കാം. ക്ഷിപ്ത സ കൃഷ്ണേന പപാത ദൂരം ഉത്ഥായ ഭൂയ അഭി അഭിയാതും ഐച്ഛത് ഉത്പത്യ തത്ര ഏവ തത സുരാരിം ചിക്ഷേപ തത സ കൃഷ്ണം. കുറച്ചു നേരം അവർ തമ്മിൽ നല്ല കഠിനമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. അതിന് ഭഗവാൻ അനുമതി കൊടുക്കുകയും ചെയ്തു. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. സ കൃഷ്ണേന ക്ഷിപ്ത, ആ അരിഷ്ടൻ, സ എന്ന് പറഞ്ഞാൽ അരിഷ്ടൻ, കൃഷ്ണേന കൃഷ്ണനാൽ, ക്ഷിപ്ത കുത്തി തോണ്ടിയെടുത്തിട്ട്, അതായത് ഭഗവാൻ ആ അസുരനെ, അരിഷ്ടാസുരനെ കൈകൊണ്ട് വാരി അങ്ങോട്ട് എടുത്തിട്ട് ദൂരേക്ക് എറിഞ്ഞു. ദൂരം പപാത, ദൂരേ പപാത അല്ലെങ്കിൽ ദൂരം പപാത, ദൂരത്തേക്ക് എറിഞ്ഞു. ഭഗവാൻ അവനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് അവനെ വലിച്ച് ദൂരത്തേക്ക് ആദ്യം എറിഞ്ഞു. അതാണ് കൃഷ്ണേന സ ക്ഷിപ്തം, വേഗം തന്നെ ദൂരം പപാത, വളരെ ദൂരത്തേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്തു. അപ്പോൾ അസുരൻ എന്താണ് ചെയ്തത്? ഉത്ഥായ ഭൂയ അഭിയാതും ഐച്ഛത്. ഉത്ഥായ, ആ വീണെടുത്ത് നിന്ന് എണീറ്റിട്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നേർക്ക് നേരെ ഓടി വന്നു. അതാണ് ഭൂയ അഭി, വീണ്ടും അഭിയാതും, നേർക്ക് നേരെ യുദ്ധം ചെയ്യുന്നതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക്, ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ടോ അങ്ങനെ വന്നപ്പോൾ തത്ര ഏവ സുരാരിം തത ഉത്പത്യ ചിക്ഷേപ, അവിടെ വച്ചിട്ട്, അങ്ങനെ ഓടി വന്നപ്പോൾ അവിടെ വച്ചിട്ട് തന്നെ ഭഗവാൻ എന്താ ചെയ്തത്? തത, അപ്പോൾ തന്നെ, പെട്ടെന്ന് തന്നെ, സുരാരിം അസുരനെ ഉത്പാത്യ ചിക്ഷേപ, കൈകൾ കൊണ്ട് പൊക്കിയെടുത്തിട്ട് ദൂരേക്ക് എറിഞ്ഞു. ആദ്യം എറിഞ്ഞു, വീണെടുത്തുനിന്ന് എണീറ്റ് വന്നിട്ട് കൃഷ്ണൻ്റെ നേർക്ക് വീണ്ടും ആക്രമിച്ചു. അപ്പോൾ വീണ്ടും എടുത്തെറിഞ്ഞു. അതാണ് തത്രൈവ തതസുരാരിം ഉത്പത്യ ചിക്ഷേപ. ഉത്പത്യ എന്ന് വെച്ചാൽ പൊക്കിയെടുത്തിട്ട്, ചിക്ഷേപ എറിഞ്ഞു കളഞ്ഞു. അയാളപ്പോൾ എന്താ ചെയ്തത്? അസുരനപ്പോൾ എന്താണ് ചെയ്തത്? തതസ കൃഷ്ണം ചിക്ഷേപ, അങ്ങനെ വീണ് കിടക്കുന്ന ദിക്കുന്ന് വീണ്ടും ഓടി വന്നിട്ട് ആ അസുരൻ കൃഷ്ണനെയും കൊമ്പുകൊണ്ട് കുത്തി ദൂരേക്ക് എറിഞ്ഞു. അതാണ് കൃഷ്ണം ചിക്ഷേപ. ആദ്യം ആ അസുരനെ കൃഷ്ണൻ വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് എണീറ്റ് വന്ന അസുരൻ കൃഷ്ണനെയും വലിച്ചെറിഞ്ഞു. അപ്പോൾ കുറച്ചു നേരത്തേക്ക് യുദ്ധം നടന്നോട്ടെ എന്ന് ഭഗവാൻ തന്നെ വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ അവനെ വലിച്ചെറിഞ്ഞു കൊല്ലാമായിരുന്നല്ലോ. അത് ചെയ്തില്ല. അപ്പോൾ തൻ്റെ ബലം ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗവാനും യുദ്ധത്തിന് അനുമതി കൊടുത്തു. അങ്ങനെ പരസ്പരം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി പിടിക്കുക, കൊമ്പ് കോർക്കുക, വലിച്ചെറിയുക തുടങ്ങിയിട്ടുള്ള യുദ്ധത്തിൻ്റെ ഓരോരോ തലങ്ങൾ, ഓരോ തരത്തിലുള്ള യുദ്ധങ്ങൾ അവർ തമ്മിൽ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആ അസുരന് മനസ്സിലായി, അങ്ങനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റാവുന്ന ഒരാളല്ല തൻ്റെ എതിരാളിയായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന്. എന്നിട്ടാണ് എന്താണ് ചെയ്തത്? അവസാനം വധിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നമുക്ക് 26-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇതി ക്ഷണം തത്ര വിഹൃത്യ ദൈത്യം മുഖേ വിഷാണേ ച ദൃഢം ഗൃഹീത്വാ കണ്ഠം തദീയം ത്രുടിതാസ്ഥിജാലം നിപീഡയാമാസ ഹരിഃ കരാഭ്യാം. പദച്ഛേദം നോക്കാം. ധാരാളമൊന്നും ഇല്ല എങ്കിലും പദങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ഇതി ക്ഷണം തത്ര വിഹൃത്യ ദൈത്യം മുഖേ
വിഷാണേ ച ദൃഢം ഗൃഹീത്വാ കണ്ഠം തദീയം ത്രുടിതാസ്ഥിജാലം നിപീഡയാമാസ ഹരി കരാഭ്യാം. ഇവിടെ ഒറ്റ പദം പോലും സമസ്തപദമായിട്ട് നിൽക്കണില്ല. ഇതൊക്കെ ഇതിലെ ഓരോരോ പദങ്ങളാണ്. ഇതി ക്ഷണം, ഇങ്ങനെയാണ് അന്വയം തുടങ്ങുന്നത്. ഇപ്രകാരം ക്ഷണം കുറച്ചു നേരത്തേക്ക്, തത്ര വിഹൃത്യ, തത്ര അവിടെ, വലിയ വഴിയിൽ, പ്രതോലിക എന്നൊക്കെ പറഞ്ഞു. പ്രതോലി എന്ന് പറഞ്ഞാൽ വിസ്തൃതമായി നല്ല നിലാവ് കൊണ്ട് കിടക്കുന്നതായ വഴികൾ. അവിടെ കിടന്ന് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി കളിച്ചിട്ട്, ചെറിയ തല്ലുകൂടലൊന്നുമല്ല, അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ചെയ്തിട്ട്, അതാണ് ഇതി ക്ഷണം തത്ര വിഹൃത്യ. വിഹൃത്യ എന്നാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഭഗവാനായതുകൊണ്ടാണ്. വിഹൃത്യ എന്ന് പറഞ്ഞാൽ വിഹരിച്ചിട്ട് കളിച്ചിട്ട്, അതൊക്കെ ഒരു തമാശയായിട്ടേ, ഒരു ലീലയായിട്ടേ ഭഗവാന് തോന്നിയുള്ളൂ ആ അരിഷ്ടനുമായിട്ടുള്ള യുദ്ധം. അതുകൊണ്ടാണ് വിഹൃത്യ എന്ന് പറഞ്ഞത്. അല്പനേരം വിഹരിച്ചിട്ട് ദൈത്യം, ആ അസുരനെ, മുഖേ വിഷാണേച ദൃഢം ഗൃഹീത്വ, ആ അസുരനെ എങ്ങനെയാണ് പിടിച്ചത്? അയാളുടെ മുഖവും അതുപോലെ കൊമ്പും കൂടി കൂട്ടിപ്പിടിച്ചിട്ട്, ഒരു കൈ കൊണ്ട് മുഖം അമർത്തി അങ്ങോട്ട് പിടിച്ചു, മറ്റേ കൈ കൊണ്ട് കൊമ്പുകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു. ഭഗവാന്റെ ബലം മുഴുവനും അപ്പോഴായിരിക്കും അരിഷ്ടാസുരൻ മനസ്സിലാക്കിയത്. ഈ വരിയിൽ എല്ലാ വാക്കുകളും അന്വയക്രമമനുസരിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അതാണ് മുഖേ വിഷാണേച്ച ദൃഢം ഗൃഹീത്വ, മുഖത്തും കൊമ്പുകളിലും അമർത്തി പിടിച്ചിട്ട്, ദൃഢം എന്ന് പറഞ്ഞാൽ അമർത്തി, അനങ്ങാൻ പറ്റാത്ത പോലെ അമർത്തി പിടിച്ചിട്ട്, അതിനുശേഷം എന്താണ് ചെയ്തത്? ഹരി കരാഭ്യാം തദീയം തുടിതാസ്ഥിജാലം കണ്ഠം നിപീഡയാമാസ. ഹരി ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ, കരാഭ്യാം തൻ്റെ രണ്ട് കൈകളെ കൊണ്ടും, തദീയം ത്രുടിതാസ്ഥിജാലം കണ്ഠം അവൻ്റേതായ, തദീയം കണ്ഠം, തദീയം കണ്ഠം എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴുത്ത്. എങ്ങനെയുള്ള കഴുത്ത്? ത്രുടിത അസ്ഥിജാലം. ത്രുടിതം എന്ന് പറഞ്ഞാൽ പൊട്ടിയ എല്ലുകളോട് കൂടിയ, ഛിന്ന ഭിന്നമായ പൊടിഞ്ഞുപോയ എല്ലുകളോട് കൂടിയ അവൻ്റെ കഴുത്ത്. കുറേ നേരമായിട്ടുള്ള യുദ്ധത്തിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയലുകളും ഉന്തലുകളും തള്ളലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ അയാളുടെ കഴുത്തിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടുത്തെ എല്ലുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ആ കഴുത്തിന്, അങ്ങനെയുള്ള കഴുത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. അതാണ് ത്രുടിത അസ്ഥിജാലം തദീയം കണ്ഠം, എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങിയതായ അവൻ്റെ കഴുത്ത്. നിപീഡയാമാസ, ആ കഴുത്തിൽ ഒന്നുകൂടി പിടിച്ച് അമർത്തി ഞെരിച്ചു. അതാണ് പറയുന്നത്. നിപീഡയാമാസ, പീഡിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് അമർത്തി ഞെരിച്ചു, വധിച്ചു എന്നർത്ഥം. അങ്ങനെ കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ടാണ് വധിച്ചത്. തമ്മിലുള്ള യുദ്ധം ചെയ്യുന്നതിനിടയ്ക്ക് കൊമ്പ് പിടിക്കലും മുഖത്തമർത്തലും തമ്മിൽ എടുത്തെറിയലും ഒക്കെ ഉണ്ടായിയെങ്കിലും അവസാനം കളിയൊക്കെ നിർത്തിയിട്ട് തൻ്റെ കയ്യിൽ ഒതുക്കിയിട്ട് കൊമ്പും വായൊക്കെ കൂട്ടി അമർത്തി പിടിച്ചിട്ട് ആ അരിഷ്ടാസുരൻ്റെ, ഒരു കാളയുടെ രൂപം ധരിച്ച ഭഗവാനെ ആക്രമിക്കാമെന്നൊക്കെ വ്യാമോഹത്തോടു കൂടി വന്ന ആ അസുരൻ്റെ കഴുത്തിൽ ഞെക്കിയിട്ട്, കഴുത്ത് ഒന്നാമത് തന്നെ ഒടിഞ്ഞിരിക്കുകയായിരുന്നു, അങ്ങനെയുള്ള കഴുത്ത് അമർത്തി പിടിച്ചിട്ട് അവനെ വധിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ക്ഷിപ്തസ്സ കൃഷ്ണേന പപാദദൂരമുത്ഥായ ഭൂയോപ്യഭിയാതുമൈച്ഛത് ഉത്പത്യ തത്രൈവ തതസ്സുരാരിം ചിക്ഷേപ തതസ്സ കൃഷ്ണം ഇതി ക്ഷണം തത്ര വിഹൃത്യ ദൈത്യം മുഖേ വിഷാണേ ച ദൃഢം ഗൃഹീത്വാ കണ്ഠം തദീയം ത്രുടിതാസ്ഥിജാലം നിപീഡയാമാസ ഹരിക്കരാഭ്യാം. ആദ്യത്തെ ശ്ലോകത്തിൽ ചിക്ഷേപ എന്നിങ്ങനെ രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്. ചിക്ഷേപ, ഒന്നാമത്തെ ചിക്ഷേപ എന്നുള്ളത് ഭഗവാൻ ഹരി ആ അസുരനെ, അരിഷ്ടാസുരനെ എടുത്തെറിഞ്ഞു എന്നുള്ളതും, രണ്ടാമത്തേത് അരിഷ്ടൻ ഭഗവാനെ എടുത്തെറിഞ്ഞു എന്നുള്ളതുമാണ് ഉദ്ദേശിക്കുന്നത്. അവിടേക്കാണ് അത് അന്വയിക്കേണ്ടത്. അപ്പോൾ ചിക്ഷേപ തതസ്സ കൃഷ്ണം എന്ന് ഒരു വരി കാണുമ്പോൾ എന്തുകൊണ്ടാണ് 2 തവണ അങ്ങനെ പ്രയോഗിച്ചത് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കിയതാണ്. അങ്ങനെ അരിഷ്ടാസുരനെ ഭഗവാൻ വധിച്ചു കഴിഞ്ഞു. ശ്രീകൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചതായ പല അസുരന്മാരിൽ ബലിഷ്ഠനായിട്ടുള്ളൊരു അസുരനായിരുന്നു അരിഷ്ടാസുരൻ. ഈ ഒരു അമ്പാടിയിലേക്ക് വന്നപ്പോൾ അയാൾക്ക് മനസ്സിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് തൻ്റെ ശത്രുവിൻ്റെ സ്ഥാനമെന്നും അയാൾ മനസ്സിലാക്കി. അങ്ങനെ അവസാനം
ശത്രുവിനെ വധിക്കുകയും ചെയ്തു. അതാണിവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.